ഹലോ ഗെയ്സ്, അപ്പോൾ നമ്മൾ ചുരിദാർ കട്ടിങ് വീഡിയോയിൽ പാർട്ട് 1 ഇട്ടിട്ടുണ്ടായിരുന്നു. പാർട്ട് 2 ആണ് നമ്മളിപ്പോൾ ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് ഫോൾഡ് വശം 4 മടക്കുണ്ട്. ഇത് 2, ഇത് 2. നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 15 ആണ്, 15 ഇഞ്ച്. അതിൻ്റെ കൂടെ അധികം തയ്യൽ തുമ്പ് കൂട്ടി 17 ഇഞ്ച്, 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 17 ഇഞ്ചാണ് എടുക്കുന്നത്. അടയാളപ്പെടുത്തി ഇവിടെ 6 ഇഞ്ച് അടയാളപ്പെടുത്തി ചേർത്ത് വരച്ചിട്ടുണ്ട്. മധ്യ അടയാളപ്പെടുത്തി ഇവിടുന്ന് 1 ഇഞ്ച് മതി. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. നമ്മുടെ സ്ലീവ് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും 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 നമ്മുടെ തയ്ക്കുമ്പോൾ ആവശ്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ അടയാളങ്ങൾ വച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന് നൂത്തിട്ട് കാണാം. നമ്മൾ കൈ ഇവിടെ വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ ഫ്രണ്ട് കൈക്കുഴി എങ്ങനെ കുഴിച്ച് വെട്ടാം എന്ന് നോക്കാം. സെൻറ്ററിൽ നിന്ന് 2 ഇഞ്ച് മാറ്റി 1/4 ഇഞ്ച് വ്യത്യാസം മതിയാവും. നമ്മുടെ കൈക്കുഴിയിൽ ഇത് ഫ്രണ്ട് വശമാണ്. അപ്പോൾ ഫ്രണ്ട് വശം അറിയാനായിട്ട് ഇവിടെ എഫ് എന്നൊരക്ഷരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിലെ കൈക്കുഴി വെട്ടിയതാണിത്. ഇത് ബാക്ക് കൈക്കുഴി. ഇത് തമ്മിൽ ഇത്ര വ്യത്യാസമാണുള്ളത്. ഫ്രണ്ട് നെക്ക് 5.5, 3 ഇഞ്ച് കഴുത്തകലം, 1 ഇഞ്ച് ഇടണം. അഞ്ചര ഇഞ്ച് ഇവിടെ നിന്ന് 1 ഇഞ്ച്, ഇവിടെ നിന്നും 1 ഇഞ്ച്, ഇവിടെ നിന്നും 1 ഇഞ്ച്.
നമ്മുടെ ക്യാൻവാസ് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ ബാക്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു വശം നല്ല സോഫ്റ്റ് ആയിരിക്കും, എന്ന് വെച്ചാൽ നല്ല മിനുസമുള്ളൊരു ഭാഗമായിരിക്കും. ആ ഭാഗത്താണ് പശയുള്ളത്. അത് തുണിയോട് ചേർത്ത് വച്ച് നമ്മൾ തേച്ച് പിടിപ്പിക്കണം. നമ്മുടെ ക്യാൻവാസ് ഇവിടെ ഒരു ലൈനിങ് പീസിൽ വച്ച് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇതാണ്ട് ഒട്ടിപ്പിടിച്ച് ഇരിക്കുവാണ്. നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും അങ്ങനെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടിങ് വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ലൈനിങ് ക്ലോത്തിൽ സ്ലീവും എല്ലാം വെട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്ക്, മെയിൻ ക്ലോത്ത് എല്ലാം ഇവിടെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണാം.